ഹായ് ഗായ്സ്, നമുക്കിന്ന് ജർമ്മനിയിലെ ഒരു സാധാരണ ബസ് സ്റ്റോപ്പ് എങ്ങനെ നോക്കിയാലോ? നാട്ടിൽ നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി വരാം. ബസ് സ്റ്റോപ്പിനെ സിംബലൈസ് ചെയ്യാൻ വേണ്ടി എച്ച് എന്നൊരു അക്ഷരം എഴുതിയിട്ടുണ്ടാവും. പച്ച കളർ എച്ചിൽ മഞ്ഞ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ വട്ടത്തിലൊരു എച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നിൽക്കുന്നിടത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നാണ്. സാധാരണയായി കുറച്ച് നീറ്റായിട്ടായിരിക്കും ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകളൊക്കെ കണ്ടിരിക്കുന്നത്. ഇതുപോലൊരു ഷെൽട്ടർ ഉണ്ടാവും, നമുക്ക് അതിനുള്ളിൽ മഴയും വെയിലും ഒന്നും കൊള്ളാണ്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലൊക്കെ ഓരോ ടൈം ടേബിൾ എഴുതിയിട്ടുണ്ടാവും. ഈ റൂട്ടിൽ കൂടെ പോകുന്ന ബസ്സിൻ്റെ നമ്പറും പേരും അതുപോലെ അത് പോകുന്ന സമയവും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സാധാരണയായി നോർമൽ ഡേയ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും ഒക്കെ ബസ്സിൻ്റെ ടൈം ടേബിൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുമാത്രമല്ല, ബസ് സ്റ്റോപ്പിലൊക്കെ തന്നെ ഓരോ വേസ്റ്റ് ബിൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഒന്നും ഇവിടെ ആർക്കും വലിച്ചെറിയേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അതിനുള്ളിൽ നമുക്ക് ഡിസ്പോസ്. ഇനി ബസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധൃതി അടിച്ച് കയറുകയല്ല വേണ്ടത്, നമ്മൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യണം. കാരണം സ്ട്രോളറുമായിട്ട് വരുന്ന പാരൻസോ അല്ലെങ്കിൽ വീൽ ചെയറുമായിട്ട് വരുന്ന പ്രായമായവരോ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അവരെ കടത്തി വിടണം. അതിനുശേഷം കൃത്യമായിട്ട് ക്യൂ നിന്ന് വേണം നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ഇനി ബസ്സിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് പിടിക്കാനല്ല ധൃതി കാണിക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് കൺഫേം ചെയ്യുക. സാധാരണ നാട്ടിലാണെങ്കിൽ കണ്ടക്ടർ നമ്മുടെ അടുക്ക് ടിക്കറ്റ് തരാൻ വേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ ബസ്സുകളിൽ കണ്ടക്ടറോ കിളിയോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. സാധാരണ ബസ്സിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ ഇതുപോലെ ഒരു ടിക്കറ്റ് മെഷീൻ ഉണ്ടാകും, അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. അല്ല എങ്കിൽ ആപ്പിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ അടുത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഡ്രൈവർ ഇതുപോലൊരു ചില്ലുകൂട്ടിലായിരിക്കും ഇരിക്കുന്നത്. ട്രാവലേഴ്സുമായിട്ട് വേറെ കോൺടാക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ്, നമുക്ക് അടുത്ത സ്റ്റോപ്പ് മുതലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അവിടെ ഡിസ്പ്ലേയിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിൽ കയറാനോ ഇറങ്ങാനോ വേറെ ആരും ഇല്ല എങ്കിൽ ആ ബസ് ആ സ്റ്റോപ്പിൽ നിർത്തണമെന്നില്ല. അപ്പോൾ ബസ്സിലിരുന്ന് ഉറങ്ങുന്നവർ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിലൊരു ബസ് യാത്ര വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ ജർമ്മൻ വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ, ചൂസ്.